യോഗ്യൻ യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കുകളുമായിട്ട് മറ്റു സമയം ചിന്തകേട്ട് ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 5-6 വിചാരപ്പെടുന്നത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക വേണ്ടി എന്നാണ്. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും എല്ലാത്തിലും ഒന്നിനെക്കുറിച്ചും ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം വിചാരപ്പെടുന്നു. നമ്മൾ വിചാരിച്ചാൽ ഒരു മുഴം നീട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ എന്നെ കൊണ്ടും ആരെ കൊണ്ടും സാധിക്കുന്നു. സകലതും നമ്മെ നീട്ടുവാനും അത് കുറയ്ക്കുവാനും എൻ്റെ ദൈവത്തിൻ്റെ കൊണ്ടല്ലാതെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന ദൈവത്തെ കൊണ്ടല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. പക്ഷെ അതിനൊക്കെ തക്കതായ നന്മകൾ അതിൻ്റെതായ നീക്കുപോക്കും ഉദ്ധാരണവും നമ്മൾ അനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു എരിവുണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ഒരു ദാഹമുണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ഒരു ഉണർവുണ്ടായിരുന്നു. ആരെക്കുറിച്ച് നമ്മൾ എരിവും ദാഹവും നമുക്ക് നമ്മുടെയൊക്കെ വിഷയത്തിൽ വരുന്നു പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ മക്കളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുടുംബത്തിലെ ഭർത്താവിനെ കുറിച്ച്, അല്ലെങ്കിൽ കുടുംബത്തിലെ ഭാര്യയെക്കുറിച്ച്. അപ്പം ഇതിനെയൊക്കെ വരുന്ന ഈ തിരമാലകൾ ഒന്നിനു പുറകെ അത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ശക്തമായി എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർവായുധ വർഗത്തെ നമ്മൾ ധരിച്ചു പോകും. അതിനാണ് പ്രാർത്ഥനയിൽ ഉത്തിരിപ്പി, പ്രാർത്ഥനയിൽ ജാഗരിപ്പി. സ്തോത്രം. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുവെന്നാണ് ഞാൻ എൻ്റെ കുടുംബവും എനിക്ക് 2 ആൺമക്കളാണ്. എന്നെ ഈ വഴിയിൽ കൊണ്ടുവന്ന ആരും തന്നെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. എൻ്റെ മക്കൾ അന്ന് ഒരാൾ 1-ാം ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, ഒരാൾ 3rd സ്റ്റാൻഡേർഡിൽ കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്താണ് ഇവരുടെ അമ്മയും മക്കളും കൂടി ഒരു ആരാധനാലയത്തിൽ കണ്ടുപോയി. അവിടെ നിന്ന് വന്ന് പറയും അപ്പൻ അടുത്ത ആഴ്ച വരണം, അപ്പൻ അടുത്ത ആഴ്ച, ഓരോ ആഴ്ചകൾ അങ്ങനെ പറഞ്ഞ് ഇവരങ്ങനെ കിട്ടുന്നു. പക്ഷെ ഇവരുടെ പ്രാർത്ഥന, എൻ്റെ മക്കളുടെ പ്രാർത്ഥന, ദൈവസഭയിലെ സഹോദരങ്ങളുടെ പ്രാർത്ഥന അതൊരു വലിയൊരു പ്രവൃത്തിയായിരുന്നു. ഞാൻ ശരിക്കും മദ്യപിക്കുമായിരുന്നു, ശരിക്കും ലോകപരമായിട്ട് ജീവിച്ച് ഒരു 41 വയസ്സിലേക്ക് 41-42 വയസ്സിലേക്ക് ശരിക്കും അടിച്ചുപൊളിച്ചൊക്കെ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള അധ്വാന ഫലം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാര പ്രാർത്ഥനയൊന്നുമല്ല, കണ്ണുനീരോടുള്ള ദൈവത്തോടുള്ള ആ നിലവിൽ. കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കും കുടുംബത്തിൻ്റെ വീഴ്ചയ്ക്കും മക്കൾക്ക് നന്മയുണ്ടാകണം, കുടുംബത്തിൽ നന്മയുണ്ടാകണം, ഇതിനൊക്കെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു വ്യാഴാഴ്ച ഞാൻ ആ ആരാധന എനിക്ക് കിടന്നു. അതിനുശേഷം ഇന്നുവരെ ഒരു മുടക്കവുമില്ല. കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം നല്ലവരെന്ന് എന്ത് ചെയ്യണം? രുചിച്ചറിയണം. ദൈവം നല്ലവരെന്ന് നമ്മൾ രുചിച്ചറിയണം. അപ്പോൾ ആ രുചി, അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് ഉറപ്പിക്കും. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ അത് ഉറപ്പിക്കുമ്പോൾ അത് നമുക്ക് നിത്യപ്രകാശമായി തീരും. കാര്യം നമ്മളെല്ലാം, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരിക്കലും എൻ്റെ യേശുവിൻ്റെ അടുത്ത് പോയിട്ടില്ല. യേശുവിനെ പലതരത്തിൽ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്, അധിക്ഷേപിച്ചിട്ടുണ്ട്, പലതരത്തിൽ ദൈവമക്കളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അനേകം ഇതേപോലുള്ള കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെല്ലാം പക്ഷെ അതിൽ നിന്ന് എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവം എൻ്റെ പ്രാണൻ എടുത്തില്ല, ശത്രുവിന് കൊടുത്തില്ല. കാര്യം എന്നെക്കൊണ്ട് നിങ്ങൾ ആവശ്യം ദൈവത്തിന് കാണും. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞൊരു കത്തോലിക്ക മദർ തെരേസയുടെ മിഷണറി ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം ഈ MLA കോളേജിൻ്റെ താഴെയുണ്ട്. അവിടെ പോകും. എന്തിനെന്ന് ചോദിച്ചാൽ ഗോതമ്പും പാൽപ്പൊടിയും എണ്ണയും വാങ്ങി. അന്ന് ഞാൻ പഠിക്കുന്നത് 10ാം ക്ലാസ്.
ഇതൊക്കെ വാങ്ങിച്ച് മാസം തോറും വീട്ടിൽ കൊണ്ടുവരും. അന്ന് ആഹാരത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. അതെങ്കിലും യേശു ക്രിസ്തുവിനെ ഞാൻ ആക്ഷേപിക്കും, അനുസരിക്കും. പക്ഷേ എങ്കിലും തമ്പുരാൻ എന്നെ കൈവിട്ടില്ല. ആ വയസ്സത്തിന് കൂടി പോയാലും ആ പിടിക്കേണ്ട സമയത്ത് എന്ത് ചെയ്തു? തമ്പുരാൻ എന്നെ പിടിച്ചു, തൻ്റെ മാർബിൾ ഉറച്ചു. ഞാൻ നടക്കുന്ന വഴികളെക്കുറിച്ച് എനിക്ക് ഉപദേശിച്ചു. എനിക്ക് കാട്ടിത്തരുന്ന വഴി ഞാൻ കൊടുക്കേണ്ട വഴികളെ എൻ്റെ മക്കൾ എനിക്ക് കാട്ടിത്തരും. പക്ഷെ അത് നല്ലതെന്ന് കണ്ടു അതിൻ്റെ രുചിയും ഗുണവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനും തുടങ്ങി. പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്നും പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നന്മയുടെ വഴികളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ലഭിക്കുമെന്നും മനസ്സിലാക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഒരു അർഹതയും ഇല്ലാതിരുന്ന സ്ഥലം, ഒരു യോഗ്യതയും യേശുവെ എന്ന് വിളിക്കാൻ പോലും യോഗ്യത ഇല്ലാതിരുന്ന സ്ഥലത്ത് ദൈവം നമ്മളെ യോഗ്യവനായി നടത്തി. ഓഫീസിലായിരുന്നാലും ആ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ സ്നേഹിച്ച ആ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്ത തീരുമാനം, എൻ്റെ മക്കളോടും എൻ്റെ കുടുംബത്തോടും ഞാൻ എടുത്ത തീരുമാനം ദൈവസ്ഥലം മുഴുവൻകാലം മടക്കി അവരെടുത്ത തീരുമാനത്തിന് പ്രകാരം ഞാൻ പിന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. ആർമിയിലായിരുന്നു ജോലി. 31 വർഷം ജോലി ചെയ്തു. അപ്പുറത്തെ ആവശ്യം MSc ജോലി ഉണ്ടായിരുന്നു. MSc ജോലി ഉണ്ടായിരുന്നു. ഒക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റീവൻ സാറാണ് ഞങ്ങളുടെ ഓഫീസ് സൂപ്പറുണ്ട്. പക്ഷേ അതിലേക്ക് വന്നപ്പോൾ അങ്ങനെ നിലനിർത്തുന്ന പുള്ളിക്കൊക്കെ വലിയ സന്തോഷമൊക്കെയായി. വലിയ ഒരു കൂട്ടുകാരനെ പോലെയൊക്കെ ദൈവം സ്നേഹിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള സാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞ സ്നേഹത്തെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും നമ്മൾ മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനെ മുറുകെ പിടിക്കും. പണ്ടുള്ള ആൾക്കാർ പറയും പോലെ മുള്ളായാലും എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. മുള്ളായാലും മുറുകെ പിടിച്ചാൽ ആ കൈ മുറിയത്തില്ല. കാര്യം ധൈര്യത്തോട്, കാര്യം ഒരു ദൈവ പൈതലെ സംബന്ധിച്ചോളം അതിന് ദൃഢനിശ്ചയമുണ്ട്. ഒരു ദൈവഭക്തന് സഹസ്രവാക്യത്തിൽ പറയുന്ന പോലെ ദൃഢനിശ്ചയമുണ്ട്, ഒരു ഉറപ്പുണ്ട്. കാര്യം പിടിച്ചത് മുള്ളാണെങ്കിൽ മനസ്സും ജീവിതവും പതറിപ്പോകാതിരുന്നാണ്. ജീവിതത്തിൽ എല്ലാ നിലവാരത്തിലും ഏത് സമയത്തും പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകുന്നത്. ഏത് വിഷയങ്ങൾക്കും നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോടല്ല. ഇപ്പം എൻ്റെ വിഷയം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടതിനടുത്ത് പറയുമ്പോൾ പ്രവർത്തിക്കേണ്ടവൻ പ്രവർത്തിക്കും. നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ, നമ്മൾ അർഹിക്കാത്ത മേഖലകളിൽ തമ്പുരാൻ നമ്മെ നടത്തും, നമ്മുടെ മക്കളെ നടത്തും, നമ്മുടെ കുടുംബ ജീവിതത്തെ നടത്തും. അതാണ് പ്രാർത്ഥന. സ്തോത്രം. അപ്പോൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മെ വിളിച്ചവൻ, നമ്മെ ദത്തെടുത്തവൻ ആ വഴിയിട്ടിട്ട് പോകത്തില്ല. ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഒരിക്കലും നമ്മൾ തള്ളിക്കളയും. നാം തള്ളിക്കളഞ്ഞാലും അവൻ നമ്മെ എന്ത് ചെയ്യും? നമ്മെ മാടി വിളിച്ചുകൊണ്ടെന്നേ ഇരിക്കും. എന്തെങ്കിലും ഒരു ദിവസം നീ എൻ്റെ അടുത്ത് വരും. അത് ഉറപ്പാണ്. കർത്താവിന് അറിയും. എന്തെങ്കിലും ഒരു ദിവസം നീ എൻ്റെ അടുത്ത് വന്നേ പറ്റൂ, ഞാൻ നിന്നെ വരുത്തും. എന്നാൽ വരുത്തി ദൈവം വെറുതെ വിട്ടു, ശൂന്യമാക്കി വിടത്തില്ല. എല്ലാ നന്മകളും, എന്തൊക്കെ നിന്ദകൾ വന്നാലും പരിഹാസം വന്നാലും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ആളുണ്ടെങ്കിൽ സർവശക്തനാകുന്ന ദൈവം തന്നെ. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിന തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കും ആവില്ല അടച്ചിടുവാൻ. തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കും ആവില്ല അടച്ചിടുവാൻ. ഹൃദയങ്ങൾ അറിയുന്ന നാഥൻ നൽകിടും ആവശ്യമല്ല. അവനെ നോക്കിയ ശോഭിതരായി അവരോ ഒരു നാളും ലജ്ജിച്ചില്ല. അവനെ നോക്കിയ ശോഭിതരായി അവരോ ഒരു നാളും ലജ്ജിച്ചില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിന. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കൈക്കൂലി വാങ്ങാത്ത ദൈവം, 100 വർഷം കാണിക്കാത്ത ദൈവം, സ്നേഹം സമ്പൂർണ്ണനായി നിർവ്യാജമില്ലാതെ സ്നേഹിക്കുന്ന
ക്രൈസ്തവോ ആ ദൈവം നമ്മെ വിളിച്ച വിളി നമ്മൾ ഓർക്കണം. അവൻ നമ്മെ നടത്തിയ വിധങ്ങൾ നമ്മൾ ഓർക്കണം. സ്തോത്രം. ഇനിയുള്ള ദിവസങ്ങളാണ് ഞങ്ങൾക്കൊക്കെ ബോണസ് കാണാനില്ലേ? ഇല്ലേ? ഓരോ ദിവസവും ബോണസാണ്. എണീക്കുമ്പോൾ ദൈവമേ ജീവൻ എന്ന ദൈവത്തിനായ സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ നിലനിർത്തിയ ദൈവത്തിനായ സ്തോത്രം. ആ ഒരു പ്രാർത്ഥനയോട് നമ്മൾ എഴുന്നേൽക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഒന്നിനെ കുറിച്ചും വികാരപ്പെടരുത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും കൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. അപ്പൊ ദൈവ വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മൾ അറിയാതെ സ്തോത്രം പറഞ്ഞു. പണ്ട് ഞാൻ യൂണിയനിലെ ഒരു മെമ്പറാണ്. ഓഫീസിൽ സിവിലിയൻ വർക്കറായതുകൊണ്ട് അവിടെ യൂണിയനൊക്കെ ഉണ്ട്. അപ്പം കമ്മിറ്റി കൂടുമ്പം അവർ ടീമിലെ വിളിക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ പറയും. അറിയാതെ എനിക്ക് വന്നു പോകണം. കാരണം എൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത് അതേ ഉള്ളൂ. ഹല്ലേലൂയ പറയുന്നത് എപ്പോഴും ചെയ്യാം. അത് നമുക്ക് പറയാനുള്ള കൃപ ദൈവം നമുക്ക് ഏത് സമൂഹത്തിന് നടുവിൽ ദൈവത്തെ ഉയർത്താനുള്ള ഒരു കൃപ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെയല്ല ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപ്പൊ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. ഞാൻ മിണ്ടാതിരുന്നു. പിന്നെ അവർ അതിന് അടുത്തത് വിളിക്കുമ്പോൾ വീണ്ടും അത് തന്നെ വരും. പക്ഷെ കൊടുക്കായപ്പോൾ ഞാൻ മാറി നിൽക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് വായിക്കൾ വരുന്നത്. അപ്പൊ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം ഇല്ലെങ്കിൽ അത് വായിക്കൾ ഒരിക്കലും വരത്തില്ല. സ്തോത്രം. അപ്പൊ ജാതികൾ തമ്മിൽ ഞാൻ ജാതികളായിരുന്നു. ബൈബിളിൽ അതിക്രമങ്ങളാലും പാപത്താലും ജീവിച്ചു വന്ന് എന്നെ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം എന്നെ പിടിച്ച് വേർതിരിച്ചു പുതിയൊരു മനുഷ്യനായി രൂപാന്തരപ്പെടുത്തു. അത് ദൈവത്തിന്റെ വിളി ഞാൻ അനുസരിച്ചു. ദൈവത്തിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവത്തിന്റെ വഴി ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലുകളിൽ ഇടറിയാലും ഇടറാതെ നടത്തുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവഭക്തിയും ദൈവിക ജ്ഞാനത്തിലും നമ്മൾ ഉണർന്നിരുന്ന് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി കാര്യമാണ്. കാരണം ഇന്നത്തെ സമൂഹം വളർന്നു വന്ന തലമുറ ഞാനും നിങ്ങളൊക്കെ വളർന്നു വന്നതുപോലെയല്ല. നമ്മുടെ കൊച്ചു മക്കൾക്ക് കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുത്താൽ അതിനകത്തിരിക്കുന്ന എല്ലാം തോണ്ടി പറിക്കുന്നു. പക്ഷെ നമുക്കറിഞ്ഞൂടാ. അവരുടെ അപ്പനും അമ്മമ്മയായിരിക്കും നമുക്കറിഞ്ഞൂടാ. അവരുടെ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും അറിഞ്ഞൂടാ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? അത് നോക്കി എവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾ കുറയ്ക്കുന്നു. അപ്പൊ അത് ഇറങ്ങി വരുന്നതോറും ഇവരെന്ത് ചെയ്യുന്നു? ലോക വഴിയിലേക്ക് ഇവരുടെ മനസ്സും ഹൃദയവും പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി കരയണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി നമ്മൾ കരയണം. ദൈവസന്നിധിയിൽ അവരുടെ മുമ്പിലല്ല, ദൈവസന്നിധിയിൽ മുഴങ്കാല് മുടക്കിയിരുന്ന് അപ്പനും അമ്മയും, അല്ലെങ്കിൽ അപ്പന് കിട്ടുന്ന സമയത്ത് അപ്പനും അമ്മയ്ക്ക് കിട്ടുന്ന സമയം അമ്മയും ചെയ്യണം. മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് ജാഗരിക്കണം. കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, അവർ ലോകത്തിന്റെ വഴി നടക്കാതിരിക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണേ. കർത്താവേ, അവരുടെ ജീവിതത്തിൽ തെറ്റുകളോ കുറവുകളൊന്നും പാവസംബന്ധമായിട്ടുള്ള ഒരു വിഷയത്തിലും അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ചിന്ത കൊടുക്കണമേ, നല്ല ബുദ്ധി കൊടുക്കണമേ. അപ്പനെ അനുസരിക്കുന്ന, അമ്മയെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ജീവിക്കുന്ന തലമുറയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന. ഒരിക്കലും നമ്മുടെ നമ്മുടെ മക്കളെ കുറിച്ച് ബാക്കിയുള്ള വ്യക്തികൾക്ക് പറയാനും പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു ദേവദാസൻ പോലും പറയണ്ട. അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നമുക്ക്. ഒന്നാം സ്ഥാനം ദൈവത്തിന്, രണ്ടാം സ്ഥാനം നമുക്ക്. അവരുടെ മുമ്പിൽ കരയരുത്, ഭർത്താവിന്റെ മുമ്പിലും കരയരുത്, മക്കളെ മുമ്പിലും കരയരുത്. ദൈവസ്ഥലം മുട്ടുമടക്കണം. ദൈവസ്ഥലം മുട്ടുമടക്കി നാം ദൈവത്തോട് സംസാരിക്കണം. നാം ഹൃദയത്തിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ വേദനകള് ദൈവത്തോട് പറയണം. അതാ പ്രാർത്ഥന. ഇതായിരിക്കുന്നു. ഇത് വീട് വെച്ച്, ഒരു വീട് വെച്ച് പണിയെല്ലാം പൂർത്തീകരിച്ച് എല്ലാം അതിന് ടൈൽസ് മാത്രം ഇട്ടാൽ മതി. ഹൃദയത്തിൽ ഗ്രാൻഡറ്റ് തന്നെയുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ ഒരു ദിവസം പോകാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടെ പോയി. അപ്പം പറഞ്ഞത് ഈ സിസ്റ്റം എല്ലാം ഒന്ന് വിൽക്കണം. സിസ്റ്റം എല്ലാം ഒന്ന് വിൽക്കണം. വിറ്റിട്ട് വേണം എനിക്ക് ഇതിനകത്ത് ഗ്രാൻഡറ്റ്.
അതിനുവേണ്ടി എന്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ സിസ്റ്റം പോയിട്ട് പുതിയ സിസ്റ്റം വരണം. ഇതിനകത്ത് ഗ്രാനൈറ്റിട്ട് വീട് പ്രാർത്ഥിച്ച് കയറണം. കർത്താവ് ഇത് അങ്ങനെ ചെയ്തതിനാൽ സ്തോത്രമാണ്. നല്ല പൈസകളുണ്ടോ? ഒരു പൈസയില്ല. അടുത്ത പാചകത്തിന് വിളിച്ച് പോയി വേണം. ആദ്യം വന്നത് സിസ്റ്റം, രണ്ടാമത് വന്നത് ട്രെയിൻ. കാര്യം എന്താ അറിയാമോ? പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ആ രീതിയിൽ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ സിസ്റ്റം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വലിയ പൈസ ഒന്നും വാങ്ങാതെ തുച്ഛമായ പൈസയ്ക്ക് അദ്ദേഹം ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചെയ്തിട്ടുണ്ട്. പല പല സ്ഥലങ്ങളിലും സിസ്റ്റം വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെടണോ, ദേശത്ത് ദുഷീകരിക്കപ്പെടണോ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അതാണ് ജീവന്റെ വെളിച്ചം, ജീവന്റെ പ്രകാശം. അപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ദൈവം തന്ന പ്രകാശം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ ഷെയർ കൊടുത്തപ്പോൾ ആ സന്തോഷത്തിൽ ആകുവാൻ എനിക്ക്, എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ആ സന്തോഷത്തിൽ ഭാഗമാക്കുവാൻ എനിക്ക് ആ സന്തോഷത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു. അപ്പൊ ബൈബിൾ പഠിപ്പിക്കുന്ന അത് തന്നെയാണ്. തമ്മിൽ എന്ത് ചെയ്യണം? തമ്മിൽ ആദ്യം സ്നേഹിക്കണം. ഇപ്പൊ എനിക്ക് ഈ അപ്പത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇവരൊന്നും കണ്ടിട്ടില്ല, ഇവരൊന്നും കണ്ടില്ല. പക്ഷെ ഇത് കണ്ടു സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്ക് എന്തായി? ഒരപ്പത്തെ മക്കളായി ഒരു കൂടാരത്തിനകത്ത് ഇന്ന് കാണുവാൻ കഴിഞ്ഞിരിക്കുന്ന ആൾ അവിടെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ആ സ്നേഹം ക്രിസ്തീയസിനുള്ള സ്നേഹം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ വിഷയം. രണ്ട്, സ്നേഹം എന്ന് പറയുന്നത് ദൈവം. ശരിയല്ലേ? ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെക്കാൾ അടുത്ത മക്കളെ സ്നേഹിക്കാൻ പറ്റും. എൻ്റെ മക്കൾ മാത്രം ഉയർച്ച പ്രാപിക്കണം എന്നുള്ള ചിന്താക്കാരനല്ല ഞാൻ. കാര്യം എൻ്റെ യൗവനകാലം നഷ്ടപ്പെട്ടു പോയി, നശിച്ചു പോയി. അതിന് തലമുറകൾ നശിച്ച് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യും. ഇത് കൂട്ടായ്മയ്ക്കകത്ത് വരുന്ന, ഞങ്ങൾ പോകുന്ന കൂട്ടായ്മയ്ക്ക് വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ നിന്ന് ഉപദേശിച്ച് ആ ദൈവഭക്തിയിൽ ദൈവസ്നേഹം അവരുടെ ഉള്ളിൽ കൊടുത്ത് അവർ എത്രയോ പേരെങ്കിലും നന്നായിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കളുടെ ഉയർച്ച മാത്രമേ കണ്ടിട്ട് കാര്യമില്ല. അവരുടെ സമപ്രായക്കാരിക്കുന്ന ആ മക്കളുടെ നന്മയും ഞാൻ കാണുകയും വേണം, അത് അനുഭവിക്കുകയും വേണം. അതാണ് സ്നേഹം, അതാണ് ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള കൂട്ടായ്മ. അപ്പം അത് അങ്ങനെ ദൈവത്തെ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ, ജീവബന്ധം നിലനിർത്തണം. തമ്മിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കണം. അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ദൈവത്തോട് പറ്റിയിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ ദൈവിക കൂട്ടായ്മയുമായിട്ടുള്ള നല്ലൊരു പ്രാർത്ഥന ബന്ധം, ദൈവവുമായിട്ടുള്ള നല്ലൊരു പ്രാർത്ഥനയും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ള ജീവിതങ്ങളായി നാം നമ്മെ തന്നെ അനുദിനം ശുദ്ധീകരിക്കണം. സങ്കീർത്തനകാരൻ പറയുന്നില്ലേ, 34-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവര് സുഖമില്ല. തന്റെ ലംഘനങ്ങൾ ഏത് ദൈവമക്കൾക്കുണ്ടാണ്. ലംഘനമില്ലാത്ത ഒരു വ്യക്തിയില്ല, പാപം ചെയ്യാത്ത ഒരു വ്യക്തിയില്ല. അപ്പൊ തന്റെ ലംഘനങ്ങൾ, എന്റെ ലംഘനങ്ങളെ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? കഴുകണം. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ, ഞാൻ പറഞ്ഞതും കണ്ടതും കേട്ടതും മറ്റൊരു വ്യക്തികൾ പറഞ്ഞു പോയ വാക്കുകൾ, അതിൽ നിന്ന് ഞാൻ ആദ്യം മോചനം നേടിയിട്ട് വേണം എന്ന് അടുത്ത വ്യക്തി ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എന്താ കാരണം? ദൈവത്തിന്റെ മഹാദയും കരുണയും ദൈവത്തോടുള്ള വിശ്വസതയും നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ജീവിക്കാൻ എളുപ്പമാണ്. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തെ സകല മനുഷ്യർക്കും ക്രിസ്ത്യാനായിട്ട് ജീവിക്കാൻ എളുപ്പമാണ്. ക്രിസ്തുവിനായിട്ട് ജീവിക്കുവാനോ, ക്രിസ്തുവിനെ കൂടെ ഇരിക്കുവാനോ, ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാനോ, ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ വിഭാഗത്തിൽ നിറയുവാനോ കഴിയും. സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷനിൽ, നല്ല ബന്ധത്തിലായിരിക്കണം, നല്ല നിലവാരത്തിലായിരിക്കണം. അതായത് അപ്പനും മക്കളും എന്നുള്ള രക്തബന്ധത്തിലായിരിക്കണം ക്രിസ്തു
ദൈവവും നമ്മളൊക്കെ ദൈവം എന്നല്ല വിളിക്കാനുള്ളത്. പിന്നെ എങ്ങനെ വിളിക്കണം? അപ്പാ, പിതാവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തുവെങ്കിൽ ആ വീണ്ടെടുപ്പുകാരുടെ അങ്ങയുടെ മഹത്വം എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭവനത്തിലും എൻ്റെ മക്കളിലും അത് ആഴത്തമായി നിറഞ്ഞു നിൽക്കണം. അതായിരിക്കും പ്രാർത്ഥന. അതായിരിക്കണം പ്രാർത്ഥന. ഒരു ദൈവം ഇപ്പൊ ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നു, ഇവിടെ കടന്നു വന്ന് കയറി ഇരിക്കുമ്പോൾ ആ വ്യക്തി പറയും, ഓ ഇത്ര നേരം എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ തലവേദന പോയി. ഇവിടെ എന്തോ ഒരു പ്രവൃത്തി ഉണ്ട്. അത് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അതാണ് ഒരു ദൈവഭവനം. അപ്പൊ ആ രീതിയിലുള്ള പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തില് നമ്മളായിരിക്കണം. ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അത് സ്ഥാപിച്ചു. ഉറപ്പോടെ പറയാം. അറ്റ്ലീസ്റ്റ് അടുക്കളയിൽ നിന്ന് ഗ്യാസ് തീർന്നു പോയാൽ, അന്നൊക്കെ ഗ്യാസ് തീർന്നു പോയാൽ അടുത്ത ഗ്യാസ് കുത്തി കിട്ടാത്തൊരു പാടാണ്. ഇന്ന് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, ഇവർ പറയും ഗ്യാസ് തീരാറായി. അപ്പോൾ ഞാൻ പറയും, കർത്താവെ അടുത്ത കുത്തി കിട്ടുന്നവരെ ഗ്യാസ് തീരുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതുപോലെ തന്നെ അടുത്ത കുത്തി ഗ്യാസ് എൻ്റെ വഴിയുടെ മുകളിൽ വരാൻ നേരത്ത് ഗ്യാസ് തീരും. ഇത് കൊണ്ടുപോയി പ്രവർത്തിക്കും. ഇതൊക്കെയാണ് പ്രാർത്ഥന. അതാണ് ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധം. കാര്യം സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകില്ല. നമ്മൾ അനുദിനം ചെയ്യണം. നമ്മൾ മക്കളെ അന്വേഷിക്കുന്നതിനേക്കാളും ദൈവമേ ഇന്ന് ദൈവം എന്റെ കൂടെ ഉണ്ടോ എന്ന് ചെയ്യണം. മനസ്സിലായി? ദൈവം എന്റെ കൂടെ ഉണ്ടോ എന്ന് ചെയ്യണം. ഞാൻ അന്വേഷിക്കണം. സ്തോത്രം. നമുക്കറിയാലോ, കുഞ്ഞു മക്കൾ ഒരു അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുമ്പോഴും അമ്മയത്തിന് ഒന്നിന് ബാത്റൂമിൽ രാത്രി എപ്പോഴെങ്കിലും ഇറങ്ങി കഴിച്ച് പോകുമ്പോഴും ഈ കുഞ്ഞെന്ത് തപ്പില്ലേ? അടുത്തുള്ള അമ്മയെ കാണാനില്ല. അല്ലെങ്കിൽ അമ്മയുടെ ചൂടനി കിട്ടുന്നത് അമ്മ എവിടെ പോയി തിരക്കില്ല. ഇതുപോലെ ആയിരിക്കണം ദൈവവും നമ്മളുമായിട്ട്. ഇതുപോലെ ആയിരിക്കണം ദൈവവും നമ്മളുമായിട്ടുള്ള പ്രാർത്ഥനയുടെ ബന്ധം, സ്നേഹത്തിന്റെ ബന്ധം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ കരുതുന്നവരായിരിക്കാൻ നിങ്ങളുടെ സകല ചിന്താഗതികളും അവൻ തന്നെ ഇട്ടുള്ളൂ. ഇതല്ലേ നമ്മളെന്ത് ചെയ്യണം? അവൻ തക്ക സമയത്ത് നിങ്ങളെ പുറത്തു വേണം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുകയും. അടുത്ത വായിക്കും. അപ്പൊ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയും ഒരു എളിമയും ഒരു വിനയവും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോട് കുറ്റപ്പെട്ട മനസ്സാക്ഷിയും നമുക്കുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിക്കുകയും. എന്ത് വിഷയം! നമ്മൾ ഭൂമിയോളം നോക്കണേ. ഒറ്റ വാക്യം പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയോളം തന്നെ താഴ്ത്തി തന്റെ പിതാവായ ദൈവം എല്ലാ നാമത്തെക്കാളും മേലായ നാമം ധരിച്ചവനായി ഉയർത്തി ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് ഉയർത്തി നിർത്തി സകല മാനവരും കാണുവാൻ. അദ്ദേഹത്തിന്റെ ചങ്കിൽ നിന്നും തന്റെ മാരണത്തിൽ നിന്നും ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയാണ്. ആ രക്തം ജീവിച്ചിരിക്കൊണ്ടും ആ ജീവന്റെ രക്തം നാം ഓരോരുത്തർ അനുഭവിക്കുന്നത് കൊണ്ടും നാമും നമ്മുടെ തലമുറകളും യാതൊരു രാജ്യത്തിൽ വന്നാലും ഉയർന്നിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനായിരിക്കാൻ നിങ്ങളുടെ സകല ചിന്താഗതികളും അവന്റെ മേൽ ഇട്ടുകൊള്ളണം. പക്ഷെ നമ്മൾ ഇട്ടുപോകും. നമ്മൾ വില്ലേജ് ആവുകയല്ല, നമ്മളെല്ലാം ചുമക്കുന്നു. ഈ ചുവടെന്ന് തീരും? തീരൂ? ജന്മത്തിന് തീരുന്നു. നമ്മൾ ഞാൻ എൻ്റെ വിഷയത്തിൽ ഞാൻ ചുമന്നാൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ തീരെയില്ല. അവിടെ ചുമക്കേണ്ടവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവൻ ചുമന്നോളും. നമ്മൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. ഗലാത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ
5-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ അത് സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ. അപ്പോൾ നമ്മളിപ്പോഴും എവിടെ കിടക്കും? അടിമൂലത്തിൽ കൂടി കിടക്കുക. കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു, മറക്കുന്നു, വിട്ടുപോകുന്നു. ആദ്യം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആകാൻ തുടങ്ങിയ നാളുമുണ്ട്. നാം അവൻ്റെ മക്കളാണെങ്കിൽ നമ്മുടെ ഭാരം കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം തന്നു. അപ്പൊ നാം ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവം നമുക്കാരാ? പിതാവാണ്. ആ പിതാവിന്റെ സ്ഥാനത്തിൽ തന്റെ മക്കളുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നാം ദുഃഖിക്കേണ്ടി വരില്ല, വേദനപ്പെടേണ്ടി വരില്ല, ചഞ്ചലപ്പെടേണ്ടി വരില്ല, നിരാശപ്പെടേണ്ടി വരില്ല, വ്യാകുലപ്പെടേണ്ടി വരത്തില്ല. കാര്യം എന്താ? ലോകത്തുള്ളവനേക്കാൾ വലിയവനായവൻ നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുക. ആ ജീവന്റെ തുടുപ്പ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം ദൈവമക്കളെ ഒരു അസുഖം വന്നാൽ തന്നെ അത് അറിയാതെ മനസ്സിലാകും. ഒരു അസുഖം വന്നാൽ അത് അറിയാതെ പോകും. അപ്പോൾ നമുക്കൊരു വിഷയം, ഒരു അസുഖം വന്ന് എന്ത് ചെയ്യും? ഒരു കുഞ്ഞിന് അസുഖം വന്നു, രാത്രി 12 മണിക്ക് വന്നാലും 1 മണിക്ക് വന്നാലും ഒരു കുഞ്ഞിനായിരുന്നാലും വയസ്സായ ആൾക്കാരിനാലും അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരുണ്ടാവും. ചിന്തിച്ചു ഒരു വാക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ അപ്പനോട് ഒരു വാക്ക് പറഞ്ഞു, അദ്ദേഹം കേൾക്കാതിരിക്കുമോ? പൊട്ടനല്ല, ഊമനല്ല. നിന്റെ ആവശ്യം നീ സ്തോത്രത്തോടെ എന്ത് ചെയ്യണം? അങ്ങ് വെച്ചുകൊടുക്കണം. കർത്താവ് ഇരുന്നൊരു വിടുതൽ, ഇരുന്നൊരു മോചനം, ഇരുന്നൊരു സൗഖ്യം, ഇരുന്നൊരു വിടുതൽ. സ്തോത്രം. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പ്രാർത്ഥിച്ചാലും ശരി, അച്ഛൻ പ്രാർത്ഥിച്ചാലും പപ്പ പ്രാർത്ഥിച്ചാലും ശരി, ആര് പ്രാർത്ഥിച്ചാലും ശരി, ആ പ്രാർത്ഥനയ്ക്ക് പല അപ്പഴുണ്ടാവും. അപ്പോഴെന്ത് ചെയ്യും? ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ വേർക്കും ആ പലതുള്ള മാത്രമാണ്. അതിന്റെ വില നമ്മളിരിക്കുന്ന ആരാണെന്നുള്ളത് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ പ്രൊടിക്കും, അല്ലെങ്കിൽ സ്കൂട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കും, അല്ലെങ്കിൽ കാറുണ്ടെങ്കിൽ കാറെടുക്കും, നേരെ ഒറ്റ ഓട്ടം. ഉദാഹരണം പറഞ്ഞാൽ ഈ വീട്ടിൽ വെണ്ണയുണ്ട്, ഈ വീട്ടിൽ വെണ്ണയുണ്ട്, എനിക്ക് ഇത്തിരി നെയ്യ് വേണം. എൻ്റെ വീട്ടിൽ നെയ്യുണ്ട്, അല്ല എൻ്റെ വീട്ടിൽ വെണ്ണയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ നെയ്യുണ്ട്. ഞാൻ കണ്ട് അമ്മമ്മ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നു, അമ്മമ്മ വരുന്നത് എനിക്ക് ഇത്തിരി നെയ്യ് വേണം, ഇത്തിരി പായസം ഉണ്ടാകും. എൻ്റെ വീട്ടിൽ നിന്നുണ്ട്, പുറത്തു പറ, വെണ്ണയുണ്ട്. ഈ നെയ്യ് വർഷകാലമായിരിക്കുകയാണ് അവിടെ ഫ്രിഡ്ജിനകത്ത്, സ്ഥലമില്ല. എൻ്റെ വീട്ടിലിരിക്കുന്ന വെണ്ണയോ യാതൊരു വില കൊണ്ടുപോയി അതിന്റെ വില മനസ്സിലാക്കണം. നമ്മളിരിക്കുന്ന എൻ്റെ വീട്ടിലിരിക്കുന്ന വെണ്ണയ്ക്കുന്നുണ്ട്, അതിന് മണമുണ്ട്. അവിടെ വേറൊന്നും ചിന്തിക്കരുത്. അത് ഇവിടെ ഇരിക്കുന്ന നെയ്യുന്നുണ്ട്, മണമില്ല, കാമിക്കും. അപ്പൊ എന്നിരിക്കുന്ന വെണ്ണയുടെ മഹത്വവും ആ വെണ്ണയുടെ പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം? അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇത്തിരി എടുത്ത് തിരിച്ചൊന്നും ചൂടാക്കിയാൽ ചെറിയ ചൂട് കൊടുത്താൽ അത് ഉരുളും, നല്ല മണമായി ആ പായസം രീതി. പക്ഷെ ഇത് എടുക്കാൻ മടിച്ചിട്ടാണ് എവിടെ ഓടണം? കിലോമീറ്റർ അപ്പുറത്ത് ഓടണം. സ്വന്തം വീട്ടിൽ സാധനം എടുക്കുന്നു. അത് നമ്മൾ അറിയണം. എന്നിലിരിക്കുന്നത്, എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നത്, എൻ്റെ ജീവിതത്തിലിരിക്കുന്നത്, എന്നെ നടത്തുന്നത്, എൻ്റെ എല്ലാ വഴികളിലും ആമെ നടത്തുന്നവന്റെ സാന്നിധ്യം ലോകത്തുള്ളവനേക്കാൾ വലിയവന്റെ സാന്നിധ്യം. സ്തോത്രം. ലോകത്തിലെ ആശ്രയം ലോകത്തിലെ ആശ്രയം ലോകങ്ങളേറി വന്നാലും പ്രിയനേ
വാഴ്ത്തി പാടും ഞാനെന്നും വാഴ്ത്തി പാടും ഞാനെന്നും വാഴ്ത്തി പാടും ഞാൻ നേടിയതല്ല ക്രൂശിൽ സ്നേഹം നേടിയ പാവിയാണെന്നെ തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൽ സ്നേഹം നേടിയ പാവിയാണെന്നെ. മാറാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവകൃപകളുടെ അകത്തിക്കളയാൻ ഒരു വ്യക്തിക്കോ ഒരു ദേശശക്തിക്കോ ഒരു പാരമ്പര്യത്തിന്റെ പോരിനോ സാധിക്കത്തില്ല. ഒരു മന്ത്രവാദ പോരിന് പോലും സാധിക്കത്തില്ല. സ്തോത്രം. ഒരു വിളക്കിന് സാധിക്കില്ല, ഒരു വിളിശാപത്തിന് സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, ക്രിസ്തുവിനോട് നാം ചേർന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളെ, ഹൃദയത്തിന്റെ വ്യാധനകളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവർ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴെ താണിരിക്കണം. എത്രത്തോളം താഴാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം ഉയർച്ച നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ദുഷ്ടൻ അധികം ദിവസത്തിലേക്കും അവൻ പല്ലി വലിച്ച് ഉരുകിക്കും. മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുള്ളതാണ്, തീഷ്ണതയുള്ളതാണ്. ആ തീഷ്ണത സാന്നിധ്യം തൻ്റെ ഉദരത്തിൽ ജനിക്കപ്പെട്ട തൻ്റെ മക്കൾക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സ്വർഗത്തിൽ നിന്നും ഊരിയെടുത്ത, സ്വർഗത്തിലെ തീയിൽ നിന്നും ഊരിയെടുത്ത കൊള്ളിയാണെന്ന്, തീ കൊള്ളിയാണെന്ന് നാം നമ്മെ തന്നെ മനസ്സിലാക്കും. കരിക്കട്ടയല്ല, തീയിൽ നിന്നും വലിച്ചെടുത്ത തീ കൊള്ളിയായി എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഒരു കത്തലുണ്ടാകണമെന്ന്, ആ ദൈവത്തെ ആരാധിക്കുന്നതിനൊരു കത്തലുണ്ടാകണം, ദൈവത്തെ സ്നേഹിക്കുന്നതിനൊരു കത്തലുണ്ടാകണം, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നതിനൊരു കത്തലുണ്ടാകണം. സ്തോത്രം. പണ്ട് ചില വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ തലവേദന മാറുന്നതില്ല. അപ്പോൾ ഞാൻ ആ കൊച്ചിയിൽ നിന്ന് ഉറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അപ്പ കണ്ട് എൻ്റെ അമ്മ ഒന്ന് ഉറങ്ങണമെങ്കിൽ ഞാൻ ബൈബിളെടുത്ത് തലയ്ക്ക് വയ്ക്കും. നെഞ്ച് കിടന്ന നെഞ്ച് വയ്ക്കും. നല്ല വെള്ളമുണ്ട്. അവർക്ക് അറിഞ്ഞൂടാ. നമ്മുടെ വിഷയങ്ങള് ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന. എൻ്റെ ഇളയമോന് പല്ല് വേദന വന്നു രാത്രി 12 മണിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ മടി പിടിച്ച് കിടത്തിട്ട് അന്ന് കുടുംബത്തിനേക്കാൾ പഠിക്കും. പടി പിടിച്ച് കിടത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിച്ചു. ഈ അപ്പ അല്ലെങ്കിൽ ഞാൻ ചത്താൽ എന്നെ ആശുപത്രി കൊണ്ടുപോകില്ല. എനിക്ക് കത്തി പ്രാർത്ഥിക്കുന്ന കാര്യമില്ല. ബൈക്കിൽ സ്കൂട്ടറിൽ കയറ്റി നിർത്തിയിട്ട് തിരുമല പള്ളിമുക്കിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയാൻ വെച്ചു. പള്ളിമുക്കിൽ ഇടത്തോട്ട് തിരിഞ്ഞതും എൻ്റെ കുടുക്കി തോന്നി തരുന്നു വീട്ടിൽ ഇപ്പോൾ പഞ്ചായത്തിലേക്ക് പോയത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് കേട്ട് വിശ്വസിച്ച് അവൻ അനുസരിച്ചിരുന്നുണ്ടെങ്കിൽ എന്താണ് കിടന്നുണ്ടായിരുന്നത്? അത്ര നമ്മൾ പെട്രോളും പോയി, എൻ്റെ ഉറക്കവും. അത് മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തോട് ബന്ധം ഉണ്ടായിരിക്കും, നല്ല രക്തബന്ധം ഉണ്ടായിരിക്കണം. അപ്പോൾ മക്കളോട് ആയിരിക്കുന്നത് പോലെ രക്തബന്ധം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ദൈവം ദൂരത്തല്ലായിരുന്നു, നമ്മുടെ അടുത്തായിരുന്നു. നാം സ്നേഹിക്കുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം ദൂരത്തല്ല, ചായത്ത് തന്നെ ഉണ്ട്, നമ്മുടെ അടുത്ത് തന്നെ. ഏത് സമയത്ത് ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാളും ഏത് നിമിഷവും നാമൊക്കെ എവിടെ പോയിരുന്നാലും ദൈവസ്ഥാനത്ത് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം സ്നേഹിക്കുന്ന ദൈവം പൊട്ടനല്ല, കുരുടനല്ല, മന്ദബുദ്ധിയല്ല. നാം സ്നേഹിക്കുന്ന ദൈവം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മൾ വ്യാപരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാറുണ്ട്, നേരത്തെ പറയുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു. അപ്പൊ ക്രിസ്ത്യാസിനെ നാം ധരിച്ചിരിക്കുന്നിടത്തോളം കാലം നാം നമുക്കുള്ളവരെല്ലാം നാം ദൈവത്തിന്. അപ്പൊ നാം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനേക്കാളും ഇതിനകത്തിരിക്കുന്നവരുടെ പുതുക്കമാർന്ന മനസ്സോടും പുതുക്കമാർന്ന ജീവിതത്തോടും നമ്മെ അനുദിനം നയിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇനി ഒരു വാക്കുകളായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങൾ യാചിക്കുന്നത് നിങ്ങളുടെ പിതാവ് അറിയിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അതിന് 5 പേര് വായിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്ക് ഇത്തിരി എരിവും, ചില നമ്മൾ കറി വയ്ക്കാൻ നേരത്തെ ഇത്തിരി എരിയും പുളിയൊക്കെ ഇല്ലെങ്കിൽ ആ കറി എന്നുള്ള ചപ്പാൻ ചവറും ഉപയോഗിക്കാതെ കളയും. അപ്പോൾ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു എരിവും പുളിയും ഒരു ദാഹവും ഒരു ആത്മഭാരവും ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം ഒന്നും കിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും ഇല്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കി, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടയ്ക്കണം. അറയിൽ കടന്നെന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തെ വാതിൽ തുറന്നിരിക്കണം, പുറത്തെ വാതിലുകൾ അടഞ്ഞിരിക്കണം. അപ്പൊ ഏകാഗ്രതയോടുകൂടി ദൈവസന്നിധിയിൽ വിട്ട് മടക്കി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം എന്ത് ചെയ്യണം? മൊബൈൽ ഫോണൊക്കെ അങ്ങ് ആഫ് ചെയ്തു. എനിക്ക് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ വർക്ക് ചെയ്തപ്പോൾ കഴിയുന്നു. അതിനെ ആര് വിളിച്ചാൽ എടുക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വിളിച്ചവർക്ക് എന്താ വിളിച്ചത്? ചില വ്യക്തികൾ ആൾക്കാർക്കെല്ലാം അറിയാം, 7 മണി മുതൽ പുള്ളിക്കാരനെ വിളിച്ചാൽ കിട്ടില്ല, 7:30 പ്രാർത്ഥനയിലാണ് കിട്ടില്ല. കാര്യം ആ സമയത്ത് ദൈവത്തിന് നമ്മൾ കൊടുക്കണം. ദൈവത്തിന് കൊടുക്കുന്ന സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? 7 മണിക്ക് ആരുണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ 2 പേരെങ്കിലും 2 പേര്, ഒരാളെങ്കിലും എന്ത് ചെയ്യും? ആ സമയത്തിന് അത് ക്രമീകരിച്ച് വിളിച്ചു. അത് ദൈവമായിട്ടുള്ള ബന്ധം. വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. രഹസ്യത്തിലിരിക്കുന്ന പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? ആ ആകുലം മറന്ന് കണ്ണുനീരോട് വിഷയം കയറി വരുമ്പോഴുണ്ടാവും. ഹൃദയം കത്തും, ഹൃദയം ഉടയും, ഹൃദയത്തിനകത്തൊരു പരിച്ഛേദനുണ്ടാവും, ഹൃദയത്തിന് മുറിപാടുകൾ ഉണ്ടാകും. ശക്തമായിട്ട് കണ്ണുനീർ അറിയാതെ രക്തത്തുള്ളികളായി തൻ്റെ പിതാവായ ദൈവം, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഓരോ തുള്ളി കണ്ണുനീർ വീഴുമ്പോൾ അത് ഓരോ തുള്ളിയും രക്തത്തുള്ളിയായി തൻ്റെ പാദപീഠം നനയുമ്പോൾ സ്വർഗത്തിലും തൻ്റെ മക്കളുടെ യാതനകൾക്ക് തക്ക പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം അദ്ദേഹം യോഗ്യനായിരുന്നു. അവൻ തന്റെ തുരുത്തിയിൽ ആ കണ്ണുനീര് കയറ്റി അത് നിറച്ചു വെച്ചിരിക്കും. അതിന് തക്ക പ്രതിഫലം ആ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ അത് പ്രവർത്തിക്കാൻ കഴിയും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ലോകം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് ഈ പ്രാർത്ഥനയും വചനധ്യാനം തന്നെ മാത്രമേ. അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ വീഴും. നമ്മൾ പറയും, ചില ആൾക്കാർ പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്റെ ജീവനോടെ ഇരിക്കുന്നില്ല. നീ ജീവനോടെ ഇരിക്കുന്നില്ല, നിനക്ക് ആവശ്യമില്ല, നിനക്ക് ആരോഗ്യമൊന്നും.
ചില വ്യക്തികൾ പറഞ്ഞ ആ 40 ദിവസം ഉപയോഗിച്ചു, ഒന്നും കിട്ടിയില്ല. വിഷയങ്ങള് കറക്റ്റായിട്ട് നമ്മളത് പറഞ്ഞാൽ തക്ക സമയത്ത് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. 20 ദിവസം ഉപയോഗിച്ചാലും 10 ദിവസം ഉപയോഗിച്ചാലും ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഉപേക്ഷിക്കുന്ന ദിവസം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ജോലിക്ക് പോകരുത്. വീട്ടിൽ ഇരുന്ന് ഭാര്യയും ഭർത്താവാണെങ്കിൽ, അപ്പനും അമ്മയും മക്കളാണെങ്കിൽ 3 എണ്ണം കൂടി വളർന്നിരുന്ന് വിവിധ വിഷയങ്ങളെടുത്ത് രാവിലെ എടുക്കുന്ന തീരുമാനം. ഉച്ചവരാണെങ്കിൽ ഉച്ചവരെ, വൈകുന്നേരം വരെയാണെങ്കിൽ വൈകുന്നേരം വരെ ആഹാരം വെടിഞ്ഞ് ദൈവവാദത്തിൽ ഇരിക്കുന്നത് ഒരു തെറ്റുമില്ല. കാര്യം നമ്മുടെ ഭാരങ്ങളും വേദനകളും നമ്മുടെ ആവശ്യങ്ങളും ആരെടുത്ത് പറയാൻ പറ്റും? മനുഷ്യനോട് പറയാൻ പറ്റില്ല. അവൻ നമ്മെ കളിയാകും, അവൻ നമ്മെ കുറ്റം പറയും. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, അദ്ദേഹത്തോട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതിന് തക്ക പ്രതിഫലം നമുക്കും നമ്മുടെ മക്കൾക്ക് ലഭിക്കരുത്. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഇവരൊക്കെ അവിടെ പഠിക്കാൻ പോകും. നമുക്ക് എന്താ ഒരു തികച്ചുള്ള വിശ്വാസം എങ്ങനെയുണ്ട്? നമുക്ക് എന്താ ഉറപ്പ്? ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇന്നത്തെ അവരുടെ വഴി മാർഗങ്ങളും അവരുടെ നടത്തയും അവരുടെ പോക്കും വരവും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എന്താ അപ്പനും അമ്മയ്ക്കും ഇവിടെ ഉറക്കം വരുമോ? നഴ്സിംഗിന് പോകുന്ന പിള്ളേരുണ്ട്, എഞ്ചിനീയറിംഗിന് പോകുന്ന പിള്ളേരുണ്ട്, ഡോക്ടറിന് പഠിക്കുന്ന പിള്ളേരുണ്ട്, വിവിധ ഡിഗ്രി കോഴ്സിന് പോകുന്ന പിള്ളേരുണ്ട്. ദേശത്തിൻ്റെ ലോകത്തിൻ്റെ നാനാ തുറകളിലും പഠിക്കുന്ന മക്കളുണ്ട്. നമുക്ക് എന്താ ഉറപ്പ്? അവർ കോളേജിലാണ്, എവിടെയാണ്, എന്താ ഉറപ്പ്? അവരുടെ ഓരോ ചലനങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവത്തോട് മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കും. ദൈവത്തോട് മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ, അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാൽ ആമേൻ, ഈ ലോകത്ത് നമ്മൾ പറയുന്ന പോലെ പൂച്ചയെടുത്ത് എവിടെ എടുത്തെറിഞ്ഞാൽ അതെങ്ങനെ വീഴും? എവിടെ വീഴും? 4 കാലും കുത്തി വീഴും, അത് നെഞ്ചിടിക്കൂ. അതാണ് പ്രാർത്ഥനയുടെ ഉറപ്പ്. അതാണ് പ്രാർത്ഥനയുടെ ഉറപ്പ്. അതാണ് ദൈവം നമ്മുടെ മക്കളും നമ്മളുമായിട്ടുള്ള ബന്ധം. അവിടെ നമ്മുടെ മോളായിരുന്നാലും മോനായിരുന്നാലും അപ്പനും മോനും അമ്മയും മോളും അവരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇതിന് നടുക്കി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനോട് നാം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷന്റെ ഫലമാണ്. അതായിരിക്കും പ്രാർത്ഥന. എൻ്റെ മക്കള് അവർക്ക് ബാംഗ്ലൂരിൽ തന്നെ പഠിച്ചത്, ഇളയാള്. പക്ഷെ പോകാൻ നേരത്തെ ഞാൻ ഒരു തീരുമാനം എടുത്താൽ വിട്ടത്. ഒരിക്കലും ഒരു കാരണം കൊണ്ടും ശിലാ തീർത്ഥത്തിന്റെ പാടില്ല, കയറാൻ പാടില്ല. ഇല്ല അപ്പം എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത് ഞങ്ങൾക്ക് അവിടെ ആരുമില്ല, ബാംഗ്ലൂരിൽ ആരുമില്ല, ഒരു മനുഷ്യനില്ല. വിശ്വസിച്ച് പോയവരുടെ കൈവിട്ടു. 1 ദിവസം 2 ദിവസം വിളിച്ചു നിർത്തി കൈവിട്ടു. രണ്ടാമത്തെ ദിവസം വളരെയധികം ബുദ്ധിമുട്ടായി. കയ്യിലിരുന്ന പൈസയൊക്കെ തീർന്നു. പൈസ വല്ലാതൊന്നും കൊടുക്കുന്നില്ല, എങ്കിലും കൊടുക്കുന്ന പൈസ തീർന്നു. അവസാനം ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു പപ്സും ഒരു ഡ്രിങ്ക്സും കഴിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് പോവുകയാണ്. ഞാൻ ഇരിക്കുന്ന ചോറിൻ്റെ വന്നു, എനിക്ക് ചോറ് ഉറങ്ങും. ഞാൻ കരഞ്ഞു. അവിടെ നിന്ന് നിങ്ങളെ ലംഘനം, അവിടെ നിന്ന് കർത്താവിന് കരുതണം, അവനുവേണ്ടി കരുതണം. അവരുടെ റൂം സ്വന്തമായിട്ട് ഒരു വീടെങ്കിൽ അവിടെ എത്തണം. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ 1000 രൂപയ്ക്ക് ഒരു വീട് കിട്ടും. അഡ്വാൻസ് പോലും കൊടുക്കാതെ 1000 രൂപയ്ക്ക് ഒരു വീട് കിട്ടും. അവൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ വീട് വാടക കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി വീടുണ്ട്. പക്ഷേ ഇവൻ്റെ സ്വഭാവവും ഇവൻ്റെ പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് അവന് വീട് കൊടുക്കും. രണ്ടാമത് അവന് പനി പിടിച്ചു. ഉള്ള ചൂടുള്ള കാറുണ്ട്, ഉള്ള ചൂട് ആറ് കൊടുക്കും, കട്ടൻ ചായ ആറ് കൊടുക്കും. ആ വീട്ടുടമസ്ഥ അവനെ വിളിച്ച് അവരുടെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പ്രതിഫലിച്ചെന്ന് വിളിച്ചോണ്ട് വാ, വിളിച്ചോണ്ട് നിന്റെ കൂടെ നീ അവനെ കൊടുത്തിക്കൊള്ളുന്ന ഇവിടെ തന്നെ നീ കൂട്ടത്തും. നമ്മൾ അടുത്ത മക്കളെ സ്നേഹിക്കുമ്പോൾ, അടുത്ത മക്കളുടെ നന്മ കാണുവാൻ നമ്മൾ കൊതിക്കുമ്പോൾ, അടുത്ത മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ നമ്മളെ മക്കളെ സ്നേഹിക്കാൻ ഒത്തിരി പേര് കാണും.
നമ്മൾ ചിന്തിക്കാത്ത മേഖല. സ്തോത്രം. 4 വർഷം ആ വീട്ടിൽ നിന്ന് സംബന്ധിച്ചു. 1000 രൂപ അവർ കൊടുക്കുന്ന പൈസ 2500 ഉള്ളൂ. ഒരു മാസത്തെ ചെലവ്, വീട്ടിൻ്റെ വാടക. ഇതിൽ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ 500 രൂപ മാറ്റി ഞായറാഴ്ച ചർച്ചയിൽ പോകും, ബന്ധുകളിൽ പോകും. എന്നെ ഒരു പാസിൻ്റെ സഭയിൽ പോകണം. അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ദിവസത്തിൽ ഓരോ ആഴ്ചയ്ക്ക് 100 രൂപ വീതം മാറ്റി. എന്നിട്ടും പറഞ്ഞു ചില ദിവസങ്ങൾ ഞാൻ പട്ടിണി കിടന്നോപ്പാന്ന്. എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കും. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവഭക്തിയിലും ദൈവഭയത്തോടും നാം മാതാപിതാക്കളാകുന്ന നാം ആ നിലവാരത്തിലായിരുന്നാൽ നമ്മളെ മക്കളെയും ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണം. നമ്മളെ മക്കൾ ആ നിലവാരത്തിലേക്ക് കയറ്റുന്നു. ദൈവഭക്തിയും ദൈവഭയവും ദൈവസ്നേഹവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും നമ്മളുടെ മക്കൾക്ക് നാം കൊടുക്കും. അപ്പോൾ എന്ത് വിഷയം വന്നാലും എന്ത് പ്രശ്നം വന്നാലും കൂടെ ഇരിക്കുന്ന ദൈവം അവരെ കൈവിടത്തില്ല. കുറിച്ച് വിചാരപ്പെടുന്നത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കും. ദൈവം നമ്മെ മാത്രമല്ല നമ്മുടെ മക്കളെ നടത്തും. എല്ലാ കാര്യങ്ങൾക്കും ദൈവം അതിൻ്റെ മുഖാന്തരങ്ങൾ നൽകും. സ്തോത്രം. അത് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കട്ടെ. അവർ ഏത് രാജ്യത്തിരുന്നാലും ശരി, ഏത് സംസ്ഥാനത്തിരുന്നാലും ശരി, ഏത് പട്ടണത്തിരുന്നാലും ശരി, ഈ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ, അവർക്കൊരു കോട്ടയായിരിക്കട്ടെ. ദൈവം അവരെ പരിപാലിക്കട്ടെ. ഒരിക്കലും ദൈവിക ബന്ധത്തിൽ നിന്നും അവരകന്നു പോകാതെ തികഞ്ഞ ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും തൻ്റെ അപ്പനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്നേഹത്തെ ആ സ്നേഹത്തിൽ വളർന്നു വരുവാൻ സ്വർഗത്തിലെ പിതാവെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. ഈ മാസത്തിലായിരിക്കുന്ന പ്രിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കൾ വിദേശ രാജ്യത്തായിരിക്കുന്നു. ഇരിക്കുന്ന മറ്റ് സഹോദരങ്ങളുടെ അവൻ പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കളും പല പല രാജ്യങ്ങളിലും പല പല സംസ്ഥാനങ്ങളിലും അവർ ഉപജീവന മാർഗത്തോടും വിദ്യാഭ്യാസ മേഖലകളിലും അവരായിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ആമേൻ ആളത്തമായി തൻ്റെ മക്കളെ കരുതണം. അവരുടെ ആയ വിഷയങ്ങളിൽ ദൈവ സാന്നിധ്യങ്ങൾ അവർ സകല വഴിയിലും നടത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന എല്ലാ സഹോദരികൾക്കും സഹോദരങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ദൈവവചനത്താൽ ഞങ്ങളുടെ എല്ലാവരെയും ഉറപ്പിച്ചു ദൈവമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കാൻ കൃപയും ശക്തിയും നൽകണം. ശാരീരികമായി ഞങ്ങളെ ബലപ്പെടുത്തണം. ആത്മീയമായി ദൈവകൃപയിൽ ജീവനിൽ നിൽക്കുവാൻ കൃപയും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. ദൈവം തന്ന ആരോഗ്യത്തിനായി സ്തോത്രം. ദൈവം തന്ന ആത്മബലത്തിനായി സ്തോത്രം. ദൈവം തന്ന ആത്മാവിന്റെ നിയമത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ മാറ്റമില്ലാത്ത സ്നേഹബന്ധത്തിൽ പ്രാർത്ഥനയിലും യാതനയിലും ദൈവത്തോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ള അങ്ങനെ പ്രിയ മക്കളായി അപ്പന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി അപ്പന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന മക്കളായി നിങ്ങൾ അനുദിനം യഥാസ്ഥാനപ്പെടുത്തി ക്രൂസിന്റെ മറയിൽ മറച്ചുകൊണ്ട് പറയാമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. ഈ കുടുംബത്തെ ഇവിടെ എല്ലാ കുടുംബങ്ങളും ഒരിക്കൽ കൂടെ അങ്ങനെ കരങ്ങളിലേക്കുന്നു. സഹായിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി കടമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൽ ആശംസിച്ച് വഴി നടക്കുന്ന ദൈവകൃപയും ദൈവിക സമാധാനവും സന്തോഷവും പ്രത്യാശയും നമ്മോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് ഇരിക്കുന്ന എല്ലാ സഹോദര കുടുംബങ്ങളുടെ മക്കളുടെ മേലും അവരായിരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവ സാന്നിധ്യം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ.